हाँ? आपको पता ही कर रहा है इधर अभी तो देखा था क्या कर रहे हैं टॉयलेट के अंदर? उधर भी करने का था। क्या नाम है आपका? सुरेश। हाँ? सुरेश। सुरेश, कौन सी कंपनी के लिए काम कर रहे हो इधर? ये आप टोरंटो एक्सप्रेस 1223 जो एर्नाकुलम से कल चली है, आप उसके अटेंडेंट है। आपको मालूम नहीं है टॉयलेट के अंदर बर्तन धो रहा है, इसमें खाना दे रहे हो आप लोग? ട്രെയിനിലെ ശുചിമുറിക്കുള്ളിൽ കാറ്ററിംഗ് ജീവനക്കാർ ഭക്ഷണം വിളമ്പുന്ന പാത്രങ്ങൾ കഴുകുന്ന ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെ IRCTCക്ക് ഫുഡ് സേഫ്റ്റി വിഭാഗം നോട്ടീസ് അയച്ചു. മുംബൈ എറണാകുളം ദുരന്തോ എക്സ്പ്രസിലായിരുന്നു സംഭവം. വിവാദത്തെ തുടർന്ന് സംഭവത്തിൽ അടിയന്തരമായി വിശദീകരണം നൽകാനും കാറ്ററിംഗ് കരാറുകാരന്റെ വിവരങ്ങൾ നൽകാനും ഇതുവരെ സ്വീകരിച്ച തിരുത്തൽ നടപടികളെക്കുറിച്ച് അറിയിക്കാനും അതോറിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങളുടെ ലംഘനം ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ട്രെയിൻ നമ്പർ 122-23 ദുരന്തോ എക്സ്പ്രസിന്റെ ഫസ്റ്റ് AC കോച്ചിലാണ് സംഭവമുണ്ടായത്. കാറ്ററിംഗ് ജീവനക്കാർ ടോയ്ലറ്റ് ക്ലോസറ്റിൽ പാത്രങ്ങൾ വെച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത്. യാത്രക്കാരുടെ സുരക്ഷ, ഭക്ഷണം കൈകാര്യം ചെയ്യുന്നതിനുള്ള മാനദണ്ഡങ്ങൾ, പ്രീമിയം റെയിൽവേ കോച്ചുകളിലെ ശുചിത്വമില്ലായ്മ എന്നിവ സാമൂഹ്യ മാധ്യമങ്ങളിലെ സജീവ ചർച്ചകൾക്ക് കാരണമായി. പ്രീമിയം ട്രെയിനുകൾക്ക് കർശനമായ സാനിറ്റേഷൻ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഇത്തരം സംഭവങ്ങൾ എങ്ങനെ സംഭവിക്കുന്നുവെന്ന് സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ ചോദിക്കുന്നു. യാത്രക്കാർ പൊതുവെ മികച്ച സേവന നിലവാരവും ശുചിത്വവും പ്രതീക്ഷിക്കുന്ന ഫസ്റ്റ് AC കമ്പാർട്ട്മെന്റിലാണ് സംഭവം നടന്നതിനാൽ വിവാദം കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നു. സംഭവത്തെക്കുറിച്ച് വിശദീകരണം നൽകാൻ ഫുഡ് സേഫ്റ്റി അതോറിറ്റി IRCTCയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ട്രെയിനിലെ കാറ്ററിംഗ് സേവനങ്ങൾ നടത്തുന്നത് ഒരു കരാറുകാരനാണോ അതോ ലൈസൻസിയാണോ എന്ന വിവരവും, കരാറുകാരനാണെങ്കിൽ ലൈസൻസ് നമ്പർ ഉൾപ്പെടെയുള്ള മുഴുവൻ വിവരങ്ങൾ നൽകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ സംഭവത്തിന് പിന്നാലെ സ്വീകരിച്ച അടിയന്തര നടപടികളെക്കുറിച്ചുള്ള സമഗ്രമായ റിപ്പോർട്ട് ഉടനടി സമർപ്പിക്കാനും നിർദ്ദേശമുണ്ട്. അതേസമയം സംഭവത്തിൽ ഉടനടി നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് IRCTC എക്സ് പോസ്റ്റിലൂടെ വ്യക്തമാക്കി. വീഴ്ച വരുത്തിയ സേവനദാതാവിന് പിഴ ചുമത്തിയതായും ബന്ധപ്പെട്ട ജീവനക്കാരെ ജോലിയിൽ നിന്ന് നീക്കിയതായും IRCTC അറിയിച്ചു.